ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു മൊബൈലിന് പെർഫോമൻസ് ഒക്കെ വർദ്ധിപ്പിക്കാനും നമ്മളെ സ്പീഡൊക്കെ വർദ്ധിപ്പിച്ച് ജങ്ക് ഫയലുകളൊക്കെ ക്ലീൻ ചെയ്ത് ഫോണിനെ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ പല ആളുകളും ക്ലീൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫോൺ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ക്ലീൻ മാസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വർക്കിംഗ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓൾ ഇൻ വൺ ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ആപ്ലിക്കേഷൻ. ഇതിന്റെ ഈ പേര് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെറും ഒരു ക്ലീനിങ് ആപ്ലിക്കേഷൻ മാത്രമല്ല ഇത്. നമ്മൾ റൂട്ട് ചെയ്ത ഫോണിലാണെങ്കിൽ ഇതിന് ഫുൾ ഓപ്ഷൻസും വർക്കാവും. നമുക്ക് റൂട്ട് ചെയ്ത ഫോണിലാണെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസ് നമ്മളെ ഫോണിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫോൺ മേടിക്കുമ്പോൾ ഉള്ള പല ആപ്ലിക്കേഷൻസും നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാം. പക്ഷെ അതിന് റൂട്ട് ചെയ്യണമെന്ന് മാത്രം. ഇനി റൂട്ട് ചെയ്യാത്ത കേസിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് പ്ലഗ് ഇൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ ഇന്റർഫേസ് നമ്മളെ ഫോണിന്റെ സ്റ്റോറേജ് അതുപോലെ റാം എല്ലാം കാണിക്കുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് ഫസ്റ്റ് കാണാം. ഇതിനകത്ത് ഇവിടെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ ക്ലീൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിന് ആവശ്യമില്ലാത്ത പല ജങ്ക് ഫയലുകൾ നമുക്കിവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് അത് ക്ലീൻ ചെയ്താൽ എത്ര MB കിട്ടും, റിലീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഒത്തിരി സൈസ് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റും എന്നിവിടെ അറിയാൻ പറ്റും. അതിൽ നോക്കുക, ഈ തമ്പ് ഇമേജ് എന്ന് പറയുന്ന അത് നോക്കുക 1.8 GB, അതായത് 2 GB അടുത്ത് സൈസ് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലുള്ള ഓരോ ഇമേജ് അതുപോലെ വീഡിയോസിനൊക്കെ ഒരു തംസ് എന്ന് പറയുന്ന അതിന്റെ ഒരു തമ്പനെയിൽ പ്രിവ്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ഫയലുകൾ ഉണ്ടായിരിക്കും. അപ്പം അത്തരം ഫയലുകൾ അനാവശ്യമായിട്ട് നമ്മളെ ഫോണിനകത്ത് നിറയുമ്പോഴാണ് മെയിനായിട്ട് നമ്മളുടെ ഫോണിന്റെ ഇന്റേണൽ മെമ്മറി, ഫോൺ മെമ്മറി പെട്ടെന്ന് നിറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് വളരെ എളുപ്പം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന അർത്ഥം. അത് മാത്രമല്ല, നമ്മൾ ഒരു ആപ്ലിക്കേഷനെ റിമൂവ് ചെയ്താൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സ് ഫയൽസ് നമ്മളെ ഫോണിൽ ഉണ്ടായിരിക്കും. അതായത് ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോ അതിന്റെ ഫോൾഡറുകൾ, അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ അവശേഷിക്കും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാനാണ് ഈ ആപ്ലിക്കേഷൻസ് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഉപകാരം. ആപ്ലിക്കേഷൻ ആപ്പ് ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനതെല്ലാം ടിക്ക് ഓൺ ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാണ്. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഏകദേശം എത്ര GB നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി എന്നിവിടെ കാണിക്കും. മറ്റു ക്ലീനിങ് ആപ്ലിക്കേഷൻസിനേക്കാളൊക്കെ ഒരുപാട് ലൈറ്റ് വെയിറ്റും ഫാസ്റ്റുമാണ് ഇത്. നമുക്ക് 2 GB മുകളിൽ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓട്ടോ ക്ലീൻ, മാനുവൽ ക്ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബൂസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വളരെ എളുപ്പം ഇവിടെ നിന്ന് കിൽ സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കില്ല് ചെയ്ത് കളയാം, അതായത് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ ഓക്കെ ആണ്. ഇപ്പോൾ ആ ഗ്രീൻ ടിക്ക് മാർക്ക് കാണുന്നതെല്ലാം ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമില്ല അത് ഓഫ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ അവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും, അതിനെ പിന്നെ ക്ലോസ് ചെയ്യില്ല. ഞാൻ എല്ലാം തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് കില്ല് ചെയ്യാണ്. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ കുറേ മെമ്മറി റിലീസ് ആവൽ മാത്രമല്ല, ബാറ്ററി അനാവശ്യമായിട്ട് ചിലവാകുന്നത് നമുക്ക് ഈ രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത് വഴി ബാറ്ററി ലാഭിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ടൂൾ ബോക്സ് എന്നുള്ള ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വേർഷനിൽ വന്ന, ഇതിന്റെ പഴയ വേർഷനിൽ ഇല്ലാത്തൊരു ഓപ്ഷൻ ആയിരുന്നു CPU കൂളർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇതിപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിൽ വന്നതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ആപ്ലിക്കേഷൻസും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ട് ഓരോ സോഫ്റ്റ്വെയറിനും പ്രത്യേകമായിട്ട് മെമ്മറിയും അതുപോലെ സിസ്റ്റത്തിന്റെ പ്രോസസ്സിംഗ് പവറും കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം CPU ഇവിടെ ഓവർലോഡിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഹീറ്റിംഗ് എന്നാ പറയാം. അപ്പോൾ അതിനെ നമുക്കിവിടെ കൂൾ ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് അതും ആ പ്രോസസ്സിങ്ങും ഇവിടെ വേണ്ടാന്ന് വെച്ചു. സിസ്റ്റം അത്രയും പെർഫോമൻസ് കൂടിയിട്ടുണ്ടായിരിക്കും.
ഇതുപോലെ അതിന്റെ സെറ്റിംഗ്സ് കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താലൊക്കെ ഇവിടെ കൂളർ ഓഫ് ചെയ്യാനും അതുപോലെ കൂൾ ഡൗൺ കൊടുക്കാനും ഒക്കെയുള്ള നോട്ടിഫിക്കേഷൻ മുകളിൽ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഒരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഫീച്ചേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴും വരുന്നത് ചിലപ്പം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് ഓഫ് ചെയ്യാനൊക്കെ ഇതിന്റെ സെറ്റിംഗ്സിലുണ്ട്. നമ്മൾ സെറ്റിംഗ്സ് നോക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതുപോലെ ഇവിടെ ബാച്ച് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ 2-3 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഒരേ സമയം എല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് അതുവഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്റെ ഫോണിനകത്ത് APK ഫയലുകളൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ ഈ ലിസ്റ്റിൽ കാണിക്കും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ സെലക്റ്റഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ബാച്ച് അൺഇൻസ്റ്റാൾ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുപോലെ ടിക്ക് ചെയ്തതിനു ശേഷം അൺഇൻസ്റ്റാൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരുമിച്ച് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കപ്പ് എടുത്ത് വെക്കാൻ വളരെ ഈസി ആയിട്ട് ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം ബാക്കപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ ആ ആപ്ലിക്കേഷൻസ് എല്ലാം ബാക്കപ്പ് ചെയ്ത് വെക്കും. അതുപോലെ അതിനെ തിരിച്ചെടുക്കാനും ഇവിടെ റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഈ ഓപ്ഷൻസിൽ റീസ്റ്റോർ എന്നതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് കാരണമാണ് കാണാത്തത്. ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് തിരിച്ചെടുക്കേണ്ടതിന് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റീസ്റ്റോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. അതുപോലെ ആപ്പ് ടു SD അതുപോലെ സിസ്റ്റം ആപ്പ് അൺഇൻസ്റ്റാളർ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സിസ്റ്റം ആപ്പ് അൺഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് റൂട്ട് ചെയ്ത ഫോണിൽ മാത്രമേ ഈ ഓപ്ഷൻസ് കിട്ടുള്ളൂ. എന്റെ ഫോൺ ഓൾറെഡി റൂട്ടഡ് ആണ്, അത് കാരണം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ റൂട്ട് ചെയ്ത ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോണിന് ദോഷകരമായിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അത് റിമൂവ് ചെയ്യുന്നത് വഴി നമ്മളെ ഫോണിന് ദോഷം ഉണ്ടായിരിക്കും. അങ്ങനത്തെ കേസ് പ്രത്യേകം താഴെ എഴുതിയിട്ടുണ്ടായിരിക്കും. മസ്റ്റ് ബി കീപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്നും റിമൂവ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ നോക്കുക, ഇവിടെ സേഫ് ടു ഡിലീറ്റ് എന്ന് കാണുന്ന ഇത്തരത്തിൽ സേഫ് ആണെന്ന് കാണുന്നത് മാത്രം റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത കേസ് നമ്മളെ ഫോണിന് എന്തെങ്കിലും എറർ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രശ്നമല്ല, നമ്മൾ റൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം ഫോണിനകത്ത്. അപ്പോൾ അതുവഴി നമ്മൾ അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വഴി നമ്മളെ ഫോണ് എറർ ആവുന്നതാണ്. ഓക്കെ. പിന്നെ ബൂസ്റ്റ് സ്പീഡപ്പ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓൺ ചെയ്ത് വരുന്നത് മുതൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഫോണിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്റെ ലിസ്റ്റാണ് ഇവിടെ ആ ഗ്രീൻ കളർ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വേണ്ട ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ പിന്നെ നമ്മൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും ഓട്ടോമാറ്റിക്കലി റൺ ആവില്ല. നമ്മൾ മാനുവലായിട്ട് ഓൺ ചെയ്തെങ്കിൽ മാത്രം ഓൺ ആവുള്ളൂ. അതുപോലെ ഫയൽ മാനേജറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാം. നമ്മളെ ഫോണിനകത്തുള്ള ഡിഫോൾട്ട് ഫയൽ മാനേജറേക്കാളും ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ള നല്ലൊരു ഫയൽ മാനേജറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പ്ലഗിൻസ് എന്നുള്ള ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പുതുതായിട്ട് എന്തെങ്കിലും ഫീച്ചർ വേണമെങ്കിൽ പ്ലഗിൻ ചെയ്ത് ആഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, ഫ്ലാഷ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ടോർച്ച് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. അതുപോലെ കോമ്പാസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അങ്ങനെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന്റെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കാണണ്ട എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. അതുപോലെ സെലക്ട് SD പാത്ത് എന്നുള്ള ഓപ്ഷൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ SD കാർഡിന്റെ പാത്ത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ SD കാർഡിനകത്ത് സ്കാൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ, അതുപോലെ വൈറ്റ് ലിസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓരോ ആപ്ലിക്കേഷന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുപോലെ നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ ഈ CPU കൺസ്യൂം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൂളിംഗ് ഫംഗ്ഷന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ അനാവശ്യമായിട്ട് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ സാധാരണ ക്ലീൻ മാസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷനിലൊന്നും ഇല്ലാത്ത കുറെ ഫീച്ചേഴ്സ്, മാത്രമല്ല ഇത് പ്രോ വേർഷൻ ആണ്. അത് കാരണം അനാവശ്യമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ മാസ്റ്റർ ഒക്കെ ആണെങ്കിൽ ഒത്തിരി
അഡ്വർടൈസ്മെന്റും ഗെയിമിന്റെയും മറ്റുള്ള പരസ്യങ്ങളൊക്കെ വരും. നിങ്ങൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ട് പല സൈറ്റിലേക്കും കയറി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോന്നിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിലും ബൂസ്റ്റും ക്ലീനപ്പും എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പേജിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.